പാക് വ്യോമത്താവളങ്ങൾ നിലംപരിശാക്കാൻ ഭാരതം ഉപയോഗിച്ചത് ബ്രഹ്മോസ് മിസൈലുകൾ. റാവൽപിണ്ടി, ജക്കോബാബാദ്, ഭോലരി, സ്കോഡ് എന്നിവിടങ്ങളിലെ എയർ ബേസുകൾ തകർക്കാനാണ് തദ്ദേശീയമായി നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചത്. വ്യോമത്താവളങ്ങൾ തകർക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ശക്തമായ ഒരു പാഠം പഠിക്കുക പാകിസ്ഥാൻ എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഭാരതം ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും പാക് വ്യോമത്താവളങ്ങൾ നിലംപരിശാക്കിയിരിക്കുകയാണ് ബ്രഹ്മോസ് മിസൈലുകൾ, അല്ലേ? ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ. പ്രധാനമായും 4 പാകിസ്ഥാന്റെ എയർബേസുകൾ, പ്രത്യേകിച്ച് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സായിട്ടുള്ള റാവൽപിണ്ടിയിലെ, ഇസ്ലാമാബാദിൽ നിന്നും 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള റാവൽപിണ്ടിയിലെ നൂർ എയർബേസ് ഉൾപ്പെടെ തകർക്കുവാനാണ് ബ്രഹ്മോസ് എന്ന ഭാരതത്തിന്റെ വജ്രായുധം ഈ ഘട്ടത്തിൽ ഭാരതം ഉപയോഗപ്പെടുത്തിയത് എന്നുള്ളതാണ്. ഇന്നലെ അർദ്ധരാത്രിയിലാണ് ബ്രഹ്മോസ് മിസൈലുകൾ തൊടുത്തു വിട്ടുകൊണ്ടുള്ള പ്രത്യാക്രമണം ഭാരതത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. കാരണം അതിനു മുൻപ് വരെ പാകിസ്ഥാൻ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പ്രകോപനമായിരുന്നു അതിർത്തിയിലും മറ്റും നടത്തിയിരുന്നതെങ്കിൽ കഴിഞ്ഞ 9-ാം തീയതി അർദ്ധരാത്രിയിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും മറ്റൊരു പ്രകോപനമുണ്ടായത് അവരുടെ ഒരു ക്രൂയിസ് മിസൈൽ ഒരു ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രകോപനം. ആദ്യമായി പാകിസ്ഥാൻ മിസൈൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രകോപനം അന്ന് രാത്രിയിലാണ് നടത്തിയത്. അതിന് പകരമെന്ന നിലയിലാണ് ഭാരതം ബ്രഹ്മോസ് തൊടുത്തുവിട്ടുകൊണ്ട് 4 എയർബേസുകൾക്ക് നേരെ ബ്രഹ്മോസ് അയച്ചുകൊണ്ടുള്ള വലിയ തിരിച്ചടി പാകിസ്ഥാന് നൽകിയത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഘടകം എന്നത് ആദ്യമായിട്ടാണ് പാകിസ്ഥാനെതിരെ ഭാരതം ബ്രഹ്മോസ് എന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. കാരണം റഷ്യയും അതുപോലെ തന്നെ ഭാരതവും സംയുക്തമായി നിർമ്മിച്ച മിസൈലാണ് ബ്രഹ്മോസ് എന്നുള്ളത്. അത് ഏതാണ്ട് 90കളുടെ ആദ്യം മുതൽ തന്നെ ഈ 2 രാജ്യങ്ങളും സംയുക്തമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ബ്രഹ്മോസിന്റെ വിവിധ വേർഷനുകൾ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ ഇതാദ്യമായി ഒരു ശത്രു രാഷ്ട്രത്തിനെതിരെ ഭാരതം ഉപയോഗിക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും സവിശേഷമായിട്ടുള്ള ഘടകം. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു എയർ സ്ട്രൈക്കാണ് പാകിസ്ഥാനിലെ എയർബേസുകൾക്ക് നേരെ ഭാരതം നടത്തിയത്. കാരണം ഈ മിസൈലുകളെല്ലാം ഭൂമിയിൽ നിന്ന് ആകാശത്തേക്കും അതോടൊപ്പം തന്നെ ആകാശത്ത് നിന്നും ഭൂമിയിലേക്കും പതിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അത്യാധുനിക മിസൈലുകളാണ്. ബ്രഹ്മോസിന്റെ സവിശേഷതയും അതുതന്നെയാണ്. ബ്രഹ്മോസിന് എയറിൽ നിന്നും സർഫസിലേക്ക് ഈ മിസൈലുകൾ തൊടുത്തുവിടാൻ സാധിക്കും. ആകാശമാർഗം ഭൂമിയിലേക്ക് പതിക്കുന്ന ബ്രഹ്മോസ് മിസൈലുകളുടെ ഓപ്പറേഷണൽ റേഞ്ച് എന്ന് പറയുന്നത് 450 മുതൽ 500 കിലോമീറ്റർ വരെയാണ്. അതായത് ഭാരതത്തിന്റെ വ്യോമ അതിർത്തിക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെ ഈ മിസൈലുകൾ കൃത്യമായിട്ട് പാകിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഹിറ്റ് ചെയ്യാൻ സാധിക്കും. അതിനാൽ വ്യോമ അതിർത്തി കടക്കാതെ തന്നെയാണ് ഭാരതം ഈ ബ്രഹ്മോസ് മിസൈലുകൾ കൃത്യമായി 4 ടാർഗറ്റുകളിലേക്ക് 4 പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങളിലേക്ക് പതിപ്പിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ബ്രഹ്മോസിന്റെ കരയിൽ നിന്നും ബ്രഹ്മോസ് തൊടുത്തുവിടുമ്പോൾ അതിന്റെ ഓപ്പറേഷണൽ റേഞ്ച് 900-നും 1000-നും അകത്താണെങ്കിൽ ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് അയക്കുന്ന മിസൈലിന്റെ അതിന്റെ കിലോമീറ്റർ പരിധി എന്ന് പറയുന്നത് 450 മുതൽ 500 കിലോമീറ്റർ വരെയാണ്. അങ്ങനെയെങ്കിൽ പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട താവളങ്ങളിലേക്കെല്ലാം ഞങ്ങൾക്ക് ഇത്രയും കരുത്തുറ്റ മിസൈൽ അയക്കാൻ കഴിയും എന്ന സന്ദേശം തന്നെയാണ് ഭാരതം ഇതിലൂടെ നൽകിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭാരതം ആദ്യഘട്ടത്തിൽ നമുക്കറിയാം ഈ ഭീകര താവളങ്ങൾ POJKയിലെ 5-ഉം അതുപോലെ തന്നെ പഞ്ചാബ് പ്രവിശ്യയിലെ 4-ഉം, അതിൽ ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമാണെങ്കിലും ലഷ്കർ-ഇ-തോയ്ബയുടെ മുരഡിക്കയിലെ ആസ്ഥാനമാണെങ്കിലും ഇതെല്ലാം തകർക്കാനും ഭാരതം ഉപയോഗിച്ചത് മിസൈലുകൾ തന്നെയാണ്. അതും വ്യോമമാർഗമാണ് ആ മിസൈലുകൾ ഹിറ്റ് ചെയ്തത്. പക്ഷേ അത് സ്കാൽപ്പ് മിസൈലുകളാണ്. ഈ സ്കാൽപ്പ് മിസൈൽ എന്നത് ഫ്രാൻസിൽ നിന്നും ഭാരതം ഇറക്കുമതി ചെയ്ത മിസൈലുകളാണ്. അതോടൊപ്പം തന്നെ ഹാമർ ബോംബുകളും വർഷിക്കുന്നുണ്ടായിരുന്നു. ഹാമർ ബോംബുകളും ഫ്രാൻസിൽ നിന്നും ഇറക്കുമതി ചെയ്ത ആയുധങ്ങളാണ്. അങ്ങനെ സ്കാൽപ്പ് മിസൈലുകളും ഹാമർ ബോംബുകളും ഉപയോഗിച്ചാണ് ആദ്യഘട്ടത്തിൽ ഭീകര താവളങ്ങൾ ഭാരതം തകർത്തതെങ്കിൽ പിന്നീട് പാകിസ്ഥാന്റെ സൈന്യം നടത്തിയ പ്രകോപനത്തിന് മറുപടി എന്ന നിലയിലാണ് നമ്മുടെ ഏറ്റവും അത്യാധുനികമായ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായിട്ടുള്ള ബ്രഹ്മോസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ശക്തമായ താക്കീത് പാകിസ്ഥാന് നൽകിയത്. അതും അവരുടെ റാവൽപിണ്ടിയിലെ ആസ്ഥാനം തന്നെ അടിച്ചു എന്നുള്ളതാണ്. റാവൽപിണ്ടിയുടെ പ്രത്യേകത എന്നത് പാകിസ്ഥാന്റെ തലസ്ഥാന നഗരിയായ ഇസ്ലാമാബാദിൽ നിന്നും ഏതാണ്ട് 15 കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല ഈ റാവൽപിണ്ടിയിലെ നൂർ എയർബേസിന്റെ സവിശേഷത എന്നത് ഈ എയർബേസിൽ നിന്നാണ് VVIP മൂവ്മെന്റുകൾ നടക്കുന്നത്. അതായത് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയും പാകിസ്ഥാന്റെ പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും ഒക്കെ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അവരുടെ സൈനിക മേധാവിയൊക്കെ അടങ്ങുന്ന
പ്രമുഖ ആളുകൾ പലപ്പോഴും മൂവ്മെന്റുകൾക്കായി മറ്റു സംസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പറക്കുവാനായി അവരുടെ വിമാനങ്ങൾ ഇറങ്ങുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതുമൊക്കെ ഈ എയർബേസിൽ നിന്നാണ്. അങ്ങനെയുള്ള വളരെ തന്ത്രപ്രധാനമായ അവരുടെ കേന്ദ്രത്തിലേക്ക് ബ്രഹ്മോസ് ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ പ്രത്യാക്രമണം ഭാരതം നടത്തിയതോടുകൂടിയാണ് പാകിസ്ഥാൻ ഇത് അവസാനിപ്പിക്കണം എന്ന അഭ്യർത്ഥനയുമായി എത്തിയത്. നമുക്കറിയാം 9-ാം തീയതി രാത്രിയിൽ ബ്രഹ്മോസ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രത്യാക്രമണം ഭാരതം നടത്തി. ഇന്നലെ വൈകിട്ട് 3:35 പാകിസ്ഥാന്റെ DGMO ഭാരതത്തിന്റെ DGMOയെ വിളിച്ച് ഈ പ്രശ്നം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. തുടർന്ന് ചർച്ചകൾ നടക്കുകയും 5 മണിയോടുകൂടി വെടിനിർത്തലിന് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയാവുകയും 6 മണിക്ക് ഭാരതത്തിന്റെ വിദേശകാര്യ സെക്രട്ടറി ഈ കാര്യം ഔദ്യോഗികമായി തന്നെ അറിയിച്ചു. അതേസമയം തന്നെ പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും ഇക്കാര്യം വ്യക്തമാക്കി. അങ്ങനെയാണ് വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിയത്. രോഹിണി. ശരി, ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.